പോളുകളുടെ ഫലങ്ങളെല്ലാം ഒന്നൊന്നായി പുറത്തു വരുന്ന അവസരമാണിപ്പോൾ. കഴിഞ്ഞ ദിവസം നടത്തിയ പോളുകളുടെ എല്ലാം ഫലങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞു. ന്യൂസ് എക്സിന്റെ വിശദമായ ഒരു സർവേ ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഓരോ സംസ്ഥാനത്തെയും സീറ്റിന്റെ വിശദമായ എണ്ണം കൂടി പറഞ്ഞുകൊണ്ടാണ് ന്യൂസ് എക്സിന്റെ ഈ പുതിയ സർവേ ഫലം പുറത്തു വന്നിട്ടുള്ളത്. ദേശീയ ജനാധിപത്യ സഖ്യം NDA ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 383 സീറ്റുകൾ നേടുമെന്ന് ന്യൂസ് എക്സിന്റെ സർവേ പറയുന്നു. INDIA മുന്നണിക്ക് 109 സീറ്റുകൾ മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നും സർവേയിൽ വ്യക്തമാക്കുന്നുണ്ട്. എങ്ങനെയാണ് സീറ്റുകളുടെ എണ്ണം എന്നുകൂടി നമുക്കൊന്ന് നോക്കാം. പഞ്ചാബിൽ BJP 4, കോൺഗ്രസ് 5, AAP 2, അകാലിദൾ 2. ബംഗാളിൽ BJP 22, തൃണമൂൽ 19, കോൺഗ്രസിന് 1 സീറ്റ്. ഒഡീഷയിൽ BJPക്ക് 14, BJD 7. തമിഴ്നാട്ടിൽ BJP 4, DMK 22, കോൺഗ്രസിന് 6 സീറ്റ്. AIADMK 3 സീറ്റ്. പുതുച്ചേരിയിൽ BJP 3, UPയിൽ BJPക്ക് 77, സമാജ്വാദി പാർട്ടി 3. ബീഹാറിൽ BJPക്ക് 34 സീറ്റ് ലഭിക്കുമ്പോൾ മഹാസഖ്യത്തിന് 5 സീറ്റാണ്. തെലങ്കാനയിൽ BJPക്ക് 5 സീറ്റും കോൺഗ്രസിന് 8, BRSന് 3 എന്നിങ്ങനെയാണ് സീറ്റുകൾ. ആന്ധ്രയിൽ BJP സഖ്യം 18 സീറ്റുകൾ നേടുമ്പോൾ YSR കോൺഗ്രസ് 7 സീറ്റുകളാണ് നേടുന്നത്. കർണാടകയിൽ BJPക്ക് 24 സീറ്റുകളും കോൺഗ്രസിന് 4 സീറ്റുകളുമാണ്. കേരളത്തിൽ BJP 2, UDF 14, LDF 4 എന്നിങ്ങനെയാണ് സീറ്റുകളുടെ എണ്ണം പറയുന്നത്. ഗുജറാത്തിൽ BJP 26, രാജസ്ഥാനിൽ BJPക്ക് 23 സീറ്റുകളുണ്ട്. മറ്റുള്ളവർക്ക് 2. മധ്യപ്രദേശിൽ BJP 28, കോൺഗ്രസ് 1. ഛത്തീസ്ഗഡിൽ BJPക്ക് 10 സീറ്റുകളും കോൺഗ്രസിന് 1 സീറ്റുമാണ്. മഹാരാഷ്ട്രയിലേക്ക് നോക്കുമ്പോൾ BJP സഖ്യത്തിന് 24 സീറ്റും മഹാസഖ്യത്തിന് 21 സീറ്റും മറ്റുള്ളവർക്ക് 2 സീറ്റുമാണ്. ഗോവയിലാണെങ്കിൽ BJPക്ക് 2 സീറ്റുകളാണുള്ളത്. ഹരിയാനയിൽ BJPക്ക് 8 സീറ്റും കോൺഗ്രസിന് 2 സീറ്റുകളും. ഹിമാചലിൽ BJPക്ക് 4 സീറ്റ്, ഉത്തരാഖണ്ഡിൽ BJPക്ക് 5 സീറ്റുകൾ. ഝാർഖണ്ഡിൽ BJPക്ക് 13 സീറ്റും JMMന് 1. ലഡാക്കിലാണെങ്കിൽ BJP 1, ജമ്മു കാശ്മീരിൽ BJPക്ക് 2 സീറ്റും നാഷണൽ കോൺഫറൻസ് 3 സീറ്റുമാണ്. ആൻഡമാനിൽ BJPക്ക് 1 സീറ്റാണ്. ലക്ഷദ്വീപിൽ NCP 1, ഡൽഹിയിൽ BJPക്ക് 6, AAPക്ക് 1 എന്നിങ്ങനെയാണ് സീറ്റ് നില. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ BJPക്ക് 8, കോൺഗ്രസ് 2, മറ്റുള്ളവർ 1. ദാമൻ, ദാദ്ര, നാഗർ ഹവേലി BJPക്ക് 2 സീറ്റുകളാണ് പറയുന്നത്.